ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കുമഠത്തിൽ ജുബിലേഴ്സ് എപ്പിസോഡിന്റെ 54ാമത് ഭാഗമായ കവിതകൾ 3 എന്ന ഈ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നും എൻ്റെ തന്നെ ഹൃദയരാഗങ്ങളിലൂടെ ഉള്ള എൻ്റെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒക്കെ കവിതകളും അതേപോലെ തന്നെ കഥകളും കവിതകളും വ്യത്യസ്ത അനുഭവത്തിലുള്ള അല്ലെ നിങ്ങളുടെ എല്ലാം പ്രതീക്ഷകളിലും അല്ലെ സ്വപ്ന ചിന്തകളിലും അല്ലെ നിങ്ങളുടെയൊക്കെ എന്താ പറയുക ഒരു ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിന്റെ സന്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ അധ്യായം അല്ലെങ്കിൽ ഒരു പുതിയൊരു കവിതകൾക്ക് അല്ലെ ഒരു കാതികൻ അല്ലെ ഒരു എന്താ പറയുക നമ്മുടെ കവിതകളും ജീവിതരംഗത്തെ ഓരോ മനുഷ്യരെ അല്ലെ ഓരോ മനുഷ്യന്മാരുടെ വ്യക്തിഗതയും അല്ലെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഹൃദയങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു കാവികൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു കവിതകൾ അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗക്കാരൻ എന്ന് പറയുന്നത് പോലെ ഒരുപാട് മേഖലകളിൽ ശ്രമിക്കാൻ വേണ്ടി ചെറിയ ചെറിയ രീതിയിൽ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും അല്ലെ അതേപോലെയൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ വേദികളിലും ഒക്കെ തകർന്ന് അഭിനയിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത എന്നെ പോലെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാര് പ്രത്യേകിച്ച് സപ്പോർട്ടുകളോ പ്രോത്സാഹനങ്ങളോ ഒന്നും നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഒരു ഫേസ്ബുക്കിന്റെ വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഗോപകുമാർ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്കിന്റെ ലൈവ് പ്രോഗ്രാമിൽ എനിക്ക് ഇതേപോലെ എന്റെ പ്രോഗ്രാമുകളെയൊക്കെ അവതരിപ്പിക്കുവാനും അതേപോലെ തന്നെ ഇതേപോലെ നല്ല നല്ല ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയും ഇതേപോലെ ചെറുതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോലെയും അല്ലെങ്കിൽ ഒരു ചാനൽ പോലെയുമുള്ള ഇതേപോലെ സാധാരണ എന്തെങ്കിലും ഒരു കണക്കുകൂട്ടലോ കാര്യങ്ങളോ ഒരു ന്യൂസോ എക്സ്ക്ലൂസീവോ ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് ചാനലിനെയൊക്കെ നമ്മൾ സാധാരണ ഒരു ഓഡിയൻസിന് മുമ്പിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ മുമ്പിലോ ഒക്കെ നമ്മുടെ ഉള്ളോ അല്ലെ ഹൃദയങ്ങളോ ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ന്യൂസ് ചാനലുകൾ ഒക്കെ വേണ്ടി വന്നു. ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു പേജ് ചാനൽ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയത് വലിയ ഒരു പ്രതീക്ഷയാണ്. അതേപോലെ നമ്മളെ പോലെയുള്ളവരെ ജനങ്ങൾ അറിയാനും നമ്മളുടെയൊക്കെ ഹൃദയങ്ങൾ എന്നെ പോലെയുള്ളവരെ ഹൃദയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവുമായിട്ട് ഇണങ്ങി ചേർന്ന് അറിഞ്ഞിരിക്കുക എങ്കിലും മറ്റുള്ളവരുടെ കഴിവുകളും ടാലന്റുകളും ഒക്കെ അറിയാനുമുള്ള ഒരു വേദിയായിട്ട് ഈ ഫേസ്ബുക്കിനെ എത്തിക്കുകയും അതിന്റെ പ്രോഗ്രാമുകളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമുകളെ ഒക്കെയും നമ്മൾ വൈറലാക്കുകയും ജനങ്ങളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല കാലം അല്ലെങ്കിൽ നല്ല അവസ്ഥ. പക്ഷെ ബാക്കിയുള്ള മോഷണവും മറ്റുള്ള കാര്യങ്ങളും ഹാക്കും റിപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഈ സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ള മോഷണങ്ങളും അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെല്ലാം വെറും ഇതാണ് അല്ലെ അവർക്കൊന്നും ബുദ്ധിയില്ലായ്മയുടെ വർക്കുകളാണ് എന്ന് കരുതുന്ന ചില ആൾക്കാർ അവരുടെ നിയമങ്ങൾ അതാണ് അവർക്ക് വരുന്ന ഒരു വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടും ചെറുതൊന്നുമല്ല എങ്കിലും നമ്മളൊന്നും അവരിൽ എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും നമ്മളെ പോലെയുള്ളവർക്ക് അത് വലിയൊരു പ്രതീക്ഷകൾ പകർന്നേനെ വലിയൊരു ഉദ്യാനം അല്ലെ വലിയൊരു ജീവിത രീതികൾ വന്നെത്തിയേനെ. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തന്നെ കൂട്ടിയാക്കുന്നത്. എങ്കിലും നമ്മളുടെ ചിന്തകളും സ്വപ്നവും ഉദ്ദേശവും എല്ലാം കൊള്ളാം. എങ്കിലും നമ്മുടെ ജീവിത രീതികളും ശൈലികളും ഒക്കെ ഇങ്ങനെ തന്നെയായി മാറി വലിയ ഒരു ചാരിതാർത്ഥ്യം എന്ന് മാത്രമേ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളൂ. എങ്കിലും എന്റെ കവിതകൾ ഇഷ്ടപ്പെടുകയും വാച്ച് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ഹൃദയങ്ങൾ, കാവ്യ ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനഹൃദയങ്ങൾ അല്ലെ സ്വപ്ന ഹൃദയങ്ങൾ അല്ലെ പ്രതീക്ഷയുടെ മറ്റുള്ള ഒരു ലോകത്തിലേക്കുള്ള നമ്മുടെ തിരിച്ചുവരവിന്റെ ഒരു ജീവിത ഭാഗങ്ങൾ എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ എന്റെ പുതിയതും പഴയതുമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എന്റെ മധുമന്ദഹാസിനികൾ എന്ന ഈ കവിത ഇവിടെ ആലപിക്കുകയാണ്. ഇത് വരും കാലങ്ങളിൽ നല്ല പ്രതീക്ഷകൾക്ക് സ്കോപ്പുകൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ എഴുതിയ എന്റെ 2 വരികൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. മധുമന്ദഹാസിനികൾ അണിയും മാനത്തെ മന്ദാരസോരമാ ചിറകു വിരിച്ചൊരു രാവിൻ നാളിൽ വന്നു പേറിയ മാദിനികൾ വിടരും മുമ്പേ അണിയാൻ സൂര്യൻ
പേറി ഹൃദയവുമായി ഒഴുകി വന്നൊരു മരതകമുകിലേ ഹൃദയം തന്നിൽ ചേക്കേറി അറിയാതിരുന്നൊരു സൂര്യൻ രാവിൽ ഹൃദയം തന്നിൽ ചേക്കേറി അറിഞ്ഞു നിന്നൊരു ശാരദമുകിലവൾ അറിയാതിന്നീ വഴിയോരത്ത് കണ്ടൊരു മാനം പൂത്തുവിടന്നു ശാരദമുകിൽ അവൾ അറിയാതെ തെളിഞ്ഞു വന്നൊരു നക്ഷത്രം ഇന്നീ കുടിലിൻ കരയിൽ ഉരുകും മനമി മിഴിനീർ കണമാ പെയ്തൊഴിഞ്ഞൊരു തീരത്ത് പെയ്തൊഴിഞ്ഞൊരു തീരത്ത് ഇന്നീരാവൊരു കഥ പറഞ്ഞു ഈ മരതകമുകിലിൻ കഥ പറഞ്ഞു ഈ രാഗാദ്രചന്ദ്രന്മാർക്കാ തരളിത വിരളിത കാമാനുമന്ത്ര ഹൃദയ ജീവിത സ്വപ്ന കഥ പറഞ്ഞു ഈ മനതാരിൽ ഈ സ്വപ്നമോഹം തീരത്ത് അതേപോലെ നമ്മുടെ കവിത ഇതേപോലെയൊക്കെയുള്ള വരികൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവർഷമായ അല്ലെങ്കിൽ അനുഭവ ചിന്തകൾ അല്ലെങ്കിൽ അനുഭവ സ്വപ്നങ്ങൾ അതിനെയൊക്കെ വാർത്തിണക്കിക്കൊണ്ടാണ് എൻ്റെ ഹൃദയം. അത് ആ ഹൃദയത്തിന്റെ ഒരു സാഫല്യമാണ് ഇങ്ങനെയൊക്കെയുള്ള വരികൾ. ഇങ്ങനെയൊക്കെയുള്ള വരികളാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു വരും കാലങ്ങളിലെ പ്രതീക്ഷകൾ. അതേപോലെ ഒട്ടുമിക്ക ഒരുപാട് 10-36 കവിതകളായിട്ടുണ്ട്. ഇത് എൻ്റെ ഏകദേശം 27ാമത്തെയോ കവിതകളാണ്. അതേപോലെ മധുമന്ദഹാസിനികൾ എന്ന് പറഞ്ഞ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ എന്താ പറയുക, മധുമന്ദഹാസിനികൾ, അതിനെ ഒരു ആസ്യം എന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ള രീതിയിൽ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന പോലെ അവരെ നമ്മൾ ഒരു സ്ത്രീയെ അല്ലെ ഒരു മനുഷ്യ സ്ത്രീകളെ നമ്മളൊന്നും ഒരു എന്താ പറയുന്നത്, ഒരു വിജനമായിട്ടോ ഒരു രീതിയിലോ ഒന്നും കാണുകയല്ല ആ ഒരു വരികൾ. മധുമന്ദഹാസിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തുടിപ്പുള്ള സ്നേഹം കൊണ്ട് അതിന്റെ മധു എന്ന് വെച്ചാൽ മധു നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ അതിന്റെ മാധുര്യം അത് നുണയാൻ വേണ്ടി അല്ല, അതിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അത് സ്പർശിച്ച് അതിന്റെ സുഖങ്ങൾ ഒരു പൂങ്കുടി പോലെ അതിന്റെ ഹൃദയങ്ങളെ അടുത്തറിയാനോ അല്ലെങ്കിൽ അതിന്റെ സ്വപ്നം അതിന്റെ എന്താ പറയുക, അത് നുണഞ്ഞ് അതിന്റെ ആ ഒരു സാഫല്യം അത് നുണഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന ഒരു സ്മൃതി അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത അനുരാഗം, അതിന്റെ ഒരു നിർവൃതിയാണ് ഈ മധുമന്ദഹാസിനി എന്റെ കവിതകളായിട്ട് എത്തിച്ചത്. അതും എഴുതിയ കൂട്ടത്തിൽ ഞാൻ എഴുതി വന്ന ഹൃദയങ്ങൾ എന്ന് പറഞ്ഞ മധുമന്ദഹാസിനികൾ എന്ന് പറഞ്ഞ ഹൃദയങ്ങളിലേക്ക് ഇരു ഹൃദയങ്ങളും ചേർന്ന് തന്നെ അതിന്റെ നിർവൃതിയിൽ അണഞ്ഞു. അത് മന്ദമായിട്ട് തന്നെ അതിന്റെ സ്വപ്ന സാഫല്യമായി മാറുന്ന ഒരു വരികളായിരുന്നു. പിന്നെ വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന നമ്മുടെ ഹൃദയങ്ങൾ ബാക്കിയുള്ളവരുടെ രീതികളും ചിന്തകളും സ്വപ്നങ്ങളും നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മുടെ രീതിയിലുള്ള വരികൾ, വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കവിതകൾ, നമ്മുടെ സാങ്കല്പികങ്ങൾ, നമ്മുടെ ചിന്തകളിലൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ വരികൾ എന്താണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ, ഒരു ചിന്തയിലാണ് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ അറിവിനെയും കഴിവിനെയും നമ്മുടെ ഹൃദയത്തേക്ക് കൊണ്ടുവന്ന്
നെറ്റ് എന്തായാലും നമ്മുടെ ഡാറ്റകളായിട്ട് നമ്മുടെ ബ്രെയിനായിട്ടൊക്കെ വേണ്ടതാണ്. മറ്റുള്ള രീതിയിലൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്മാരുടെ ലോകത്തേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കൊണ്ടെത്തിച്ചു. നമ്മുടെയും ജീവിതം ഇതിവിടെ എല്ലാം ഒരു SBM പോലെയാണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ടോക്ക എന്നല്ല, ജീവിതം തന്നെ ഇത് വിശ്വാസമില്ലാത്ത രീതിയിൽ നിയമങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്തിന്റെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. എങ്കിലും ആ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, നമുക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട് ഈ ലോകത്ത് എന്നുള്ള പ്രത്യാശയോടെ വീണ്ടും വീണ്ടും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ജീവിച്ചു വരികയാണ്. വരും കാലങ്ങളിലെങ്കിലും പ്രതീക്ഷയോടെ മുൾനാമ്പുകൾ നമ്മളിലും മുളയ്ക്കുമായിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ അവസരങ്ങളിൽ നല്ല നല്ല ഹൃദയങ്ങൾ, നവഹൃദയങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഓഡിയൻസ് സപ്പോർട്ടുകൾ, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വീക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ വിമർശിക്കാനായാലെങ്കിലും വിമർശിക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ ഫേസ്ബുക്കുകളും അല്ലെങ്കിൽ മറ്റുള്ള പണലാഭത്തിന് വേണ്ടിയിട്ടെങ്കിലും വാച്ച് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പേരിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ ഒരു കവിതകൾ കൂടി ഞാൻ ഈ അവസരത്തിൽ ആലപിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയാണ്. കാരണം നമുക്ക് മറ്റുള്ള അവസ്ഥകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ചെന്നെത്തുകയും നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെന്നെത്തുകയും നമ്മുടെ ജീവിതകാര്യങ്ങളും മൊബൈലിന്റെ ഡാറ്റകളും മറ്റുള്ള നെറ്റ്വർക്കുകളും ഒക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കവിതകളോ കഥകളോ ഒന്നും പറഞ്ഞിരിക്കാൻ എനിക്ക് ടൈമുകൾ കിട്ടുമെങ്കിലും പക്ഷേ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്നെത്തേണ്ടി വരുന്ന ഭാഗം കൊണ്ട് എൻ്റെ ഈ ഒരു കവിതയും കൂടെ ഞാനിവിടെ ആലപിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അഗ്നിഗോത്രി എന്ന് പറയുന്ന എൻ്റെ ഈ കവിത അല്ലെങ്കിൽ രാഗം നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ സ്വന്തം ഹൃദയത്തിന്റെ സ്വരം മാധുരിയിൽ ഞാൻ പാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. അഗ്നിഗോത്രിയ ഉരുകുമി വെൺശങ്കിൽ ഹൃദയോനാദം ഇന്നീ വിണ്ണിൻ കരയിൽ താരക നക്ഷത്രത്തിൻ കൂട്ടിൽ നിറഞ്ഞിരുന്നോരാ സ്വപ്നങ്ങൾ എന്നും നീ പ്രകൃതിക്കരയിൽ സ്വപ്നവുമായി ഞാനുരുകുന്നു. ഈ ആകാശ അലതല്ലുമിന്നീ കാർമേഘങ്ങൾ ഒഴുകി ചേർന്നൊരു കൂട്ടിൻ കരയിൽ ഹൃദയത്തുടിയാൽ മീട്ടുന്നു ഞാൻ ഈ കണ്ണീർ കണമിതിൻ രാഗങ്ങൾ ഒഴുകി നിന്നീ ഭൂമിക്കരയിൽ മഴയായി പൊഴിയുമീ ബാഷ്പങ്ങൾ ഇന്നീ മണ്ണിൻ മലയുടെ മാറിൽ വിടർന്നു നിന്നൊരു സ്വപ്നങ്ങൾ വിടർന്നു നിന്നൊരു സ്വപ്നങ്ങൾ ഇന്നീ ഒഴുകും നദിയുടെ മാറിൽ ഒഴുകി വന്നൊരു പൊൻചന്ദ്രൻ ഇന്നീയലയും പ്രകൃതിരാവിൽ അണഞ്ഞിരുന്നൊരു പൊൻചന്ദ്രൻ അണിയും മുടലിൽ വരുമൊരു സൂര്യൻ പ്രഭയാലേ ഈ പൂരാവിൻ കരയിൽ ഈ പൂരാവിൻ കരയിൽ ഈ പൂരാവിൻ കരയിൽ. എന്തായാലും ഞാൻ എഴുതി നമ്മുടെ ഹൃദയത്തിനകത്തിൽ പാടുന്നത് മറ്റുള്ള എന്താ പറയാ
ഇത് ഞങ്ങൾക്കുമുണ്ട് ഹൃദയം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം വിട്ട് നിങ്ങൾ പാടി നോക്കൂ. അതിന്റെ അർത്ഥമാണ് ഈ വരിയിൽ വന്ന ആദ്യത്തെ പാട്ടുകൾ രണ്ടാമത്തെ പാട്ടുകൾ ചെയ്യിച്ച നമ്മുടെ തന്നെ സ്വന്തം കണ്ട നമ്മുടെ ഹൃദയത്തിലുള്ളതിനകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരൊക്കെ എന്താ പറയുക, ഓരോരുത്തരുടെ ജീവിതം അവർ നമ്മളെ ദ്രോഹിക്കുക എന്നുണ്ട്. ഇപ്പം പാടി വന്ന വരിയൊക്കെ നല്ല രീതിയിൽ ഞാൻ തന്നെ ട്യൂണിങ്ങിട്ട് എന്റെ ഹൃദയത്തിൽ നിന്റെ മനോരാഗത്തിൽ പാടുന്നത് എന്റെ സൗണ്ടിൽ എന്റെ ശ്വാസത്തിലൂടെ അതേ സൗണ്ട് തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്ത് ഞാൻ പാടി നോക്കിയിട്ടുള്ളൂ. അത് എന്റെ തന്നെ ഹൃദയമാണെന്ന് പറഞ്ഞിട്ട് എന്റെ ആ ഹൃദയത്തെ മറ്റുള്ള എന്തുനാട്ട് ചെയ്തിട്ട് നമ്മളെ എന്താണ് അവര് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. എങ്കിലും എന്റെ പ്രോഗ്രാം ഇതായതിന്റെ പേര് എനിക്ക് ഹേർട്ടൊന്നും ഒരു വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല. കാരണം നമ്മളെ കുറിച്ച് ഒരുവിധം കണക്കെ നമ്മളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്കിത് വലിയ അത്ഭുതമില്ല. കാരണം നമ്മൾ ദിവസം പറയാൻ കാര്യവും. എങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ, നമ്മൾ തന്നെ ബ്രെയിൻ ടെക്നോളജി, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ, നമ്മളുടെ മനസ്സുകൾ, നമ്മുടെ സുഖാനുഭവം, അവിടെ പണവോ പ്രതാപമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും അല്ല ഹൃദയങ്ങൾ. അത് അറിവുള്ളവൻ അറിയുന്നത് പോലും അറിയാത്തവർക്കും അതേപോലെ ഏതെങ്കിലും രീതിയിൽ അറിവുള്ളവൻ ഏതെങ്കിലും രീതിയിൽ ചെന്നെത്തണം. ഇതേപോലെ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ മറ്റുള്ളവരെയാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ തന്നെ വന്ന് നമ്മുടെ ജീവിത മാർഗങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഒരു ചാറ്റി നമ്മുടെ സ്വപ്നങ്ങൾ, ചിന്തകൾ, നമ്മുടെ അവസ്ഥകളെ തന്നെ പറഞ്ഞുകൊണ്ട് ന്യൂ ജനറേഷൻ നമ്മളെ തീർത്തും ആരെ ദ്രോഹിക്കാനും എടുക്കാനും. കാരണം നമ്മുടെ ഹൃദയം അതാണ്. ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് അങ്ങനെ ദ്രോഹിച്ചിട്ട് അടിയും വഴക്കും മറ്റുള്ള രീതിയിലും കേസുകൾ വഴക്കവരെ എടുത്ത സമയം കൊണ്ടും. കാരണം ഇത് നമ്മുടെ ഹൃദയങ്ങൾ പോലീസും വക്കീലും ജഡ്ജിയും പൊട്ടീഷനും എല്ലാം ഉണ്ട്. അത് നമ്മുടെ അവസ്ഥ എന്തായാലും മാറും. അത് എന്നെ എടുത്തറിയാൻ എൻ്റെ അഡ്രസ്സുകൾ തന്നെ കറക്റ്റായിട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളിവിടെ ഉള്ള മനുഷ്യനല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ മോഷണം നടത്തിയിട്ട് സർക്കാരുകളും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെയൊക്കെ ലാഭങ്ങൾ മറ്റുള്ള അഴിമതികളിലേക്ക് ചെന്നെത്തിയ അവസരം കൂടാണ് ഈ ഒരു അവസരം. എൻ്റെ ഈ ഫേസ്ബുക്ക് ഫയലുകളും അതിനൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് വരും കാലങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടാവാമെന്ന് നമുക്കും നമ്മുടെ ഗതികൾ മാറി വരും. അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും പ്രതീക്ഷകളും ഒക്കെ മാറി മറ്റൊരു ലോകത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയേക്കാം. അല്ലെങ്കിൽ ഫേസ് റേഷനോ സൂമുകളോ അല്ലെങ്കിൽ ഡെക്കറേഷനുകൾ ചെയ്യുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളും മനുഷ്യന്റെ രൂപങ്ങളും മാറ്റുന്ന പുതിയമായ ടെക്നോളജികളുള്ള ഈ നാട്ടിൽ ഇനിയും വരും ഒരു ഫേസ്ബുക്ക് നമുക്ക് വീണ്ടും ഒരു കൂട്ടായ്മയോടെ അടുത്ത എപ്പിസോഡുകളിലെങ്കിലും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഈ ജൂലിയസ് എപ്പിസോഡിന്റെ 54ാമത് ഭാഗമായ കവിതകൾ 3 എന്ന ഈ ഫോണിംഗ് പ്രോഗ്രാം താൽക്കാലികമായിട്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വീണ്ടും കൂടിച്ചേരുമായിരിക്കാം. സ്വപ്ന സാഫല്യങ്ങൾ വന്നണഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോപകുമാർ. ഹായ്.